ഡോക്ടർ KC സോമൻ, സർജറി വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയും. ഞാനിപ്പോൾ ഏകദേശം 2 കൊല്ലത്തോളമായി വകുപ്പ് മേധാവിയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ദീർഘകാലം സേവനമനുഷ്ഠിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഞാൻ ഏകദേശം 6 മെഡിക്കൽ കോളേജുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്കെപ്പോഴും എൻ്റെ കുടുംബം അല്ലെങ്കിൽ എൻ്റെ തറവാട് എന്ന് തോന്നിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ഞാൻ ജനിച്ചത് എറണാകുളം ജില്ലയിൽ പിറവം എന്ന ചെറിയൊരു ഗ്രാമം എന്ന് പറയാം. ആ സമയത്ത് ഗ്രാമമായിരുന്നു. അതിനടുത്തുള്ള വെളിയനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. എൻ്റെ അച്ഛനും അമ്മയ്ക്കും 5 മക്കളാണ്. ഞാൻ 3ാമത്തെ ആളാണ്. എൻ്റെ അച്ഛൻ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും നല്ല വിദ്യാഭ്യാസം കിട്ടുകയുണ്ടായി. എല്ലാവരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരായി. അവസാനം ഞാൻ പഠിച്ചത് വെളിനാട് തന്നെയുള്ള ഒരു ഗവൺമെൻറ് സ്കൂളിലും ഒരു ക്രിസ്ത്യൻ മിഷണറി നടത്തുന്ന ഒരു സ്കൂളിലുമായിരുന്നു. ഞാൻ ചെറുപ്പം മുതലേ പഠിക്കാൻ താല്പര്യം കാണിക്കുകയും അതേപോലെ മറ്റ് വിഷയങ്ങളിൽ കൂടുതൽ വായിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. ഹൈസ്കൂളിൽ പഠിക്കുമ്പം എൻ്റെ ഒരു ടീച്ചറിന് കന്യാസ്ത്രീയായിരുന്നു. അവർ മേരി ലോറൻസ് എന്ന് പറയും. അവർ എൻ്റെ അച്ഛനും സോമനെ ഡോക്ടറാക്കണം എന്ന് എൻ്റെ പേരൻസിനോട് പറഞ്ഞു. എനിക്ക് ഡോക്ടറാകാനൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇവൻ ഡോക്ടറാക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ SLC ഉയർന്ന മാർക്കോട് പാസ്സായി. അങ്ങനെ ഞാൻ പ്രീ ഡിഗ്രിക്ക് മഹാരാജ് കോളേജിൽ 2nd ഗ്രൂപ്പിൽ ഉയർന്ന മാർക്കിൽ പാസ്സായി. ഞാൻ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റി പെടുന്നതുകൊണ്ടും എനിക്ക് ഉയർന്ന മാർക്കുള്ളതുകൊണ്ടും ഞാൻ പ്രീ ഡിഗ്രി പാസ്സായപ്പോൾ തന്നെ ഡോക്ടറായി എന്ന് എൻ്റെ നാട്ടുകാരെല്ലാം പറഞ്ഞിരുന്നു. അവസാനം എനിക്ക് ഡോക്ടറാകാൻ നിവൃത്തിയില്ലാതെ വന്നു. അങ്ങനെയാണ് ഞാൻ MBBS ചേർന്നത്. കോഴിക്കോട് ഞാൻ 1979 എത്തുന്നത്. 79 നവംബർ 17 ഞങ്ങളുടെ MBBS സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനന്ന് 3rd ബ്ലോക്കിൽ താമസിച്ചു. ഈ MBBS കാലം കുറച്ചൊരു ടൈറ്റായിരുന്നു എനിക്ക്. കാരണം ഞാൻ പെട്ടെന്നൊരു സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് വന്നിട്ട് പെട്ടെന്ന് മെഡിക്കൽ കോളേജ് പോലെ ഉള്ള ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുമ്പം എനിക്ക് അതിൻ്റേതായ സ്ട്രെസ് ഉണ്ടായിരുന്നു. എനിക്ക് ഫസ്റ്റ് ചാൻസ് തന്നെ ഒരു പ്രോബ്ലം, ഞാൻ ആദ്യത്തെ 1-2 സെമസ്റ്റർ മോശമായിട്ട് പെർഫോം ചെയ്തെങ്കിലും അത് ഞാൻ മേക്കപ്പ് ചെയ്യുകയും നല്ല രീതിയിൽ ഫസ്റ്റ് ചാൻസിന് പാസ്സായത് എനിക്ക് ഒരു അഭിമാനമായിട്ട് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം ആദ്യത്തെ ആ ക്യാമ്പസ് മാറിയതിൻ്റെ ആ സ്ട്രെസ്സിൽ നിന്ന് അതിജീവിച്ച് പെട്ടെന്ന് എനിക്ക് പിക്കപ്പ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് എനിക്കിപ്പോഴും ഒരു അഭിമാനമായിട്ട് കണക്കാക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ബുദ്ധിമുട്ടൊന്നും വന്നില്ല. ഞാൻ കൃത്യമായിട്ട് ഞാൻ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. പക്ഷേ സർജറിയിൽ എനിക്കെന്തോ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുമായിരുന്നു. എൻ്റെ കൂടെയുള്ള വിദ്യാർത്ഥികളെല്ലാം സോമൻ സർജറി നല്ലോണം അറിയാം എന്ന് പറയാൻ തുടങ്ങി. എനിക്ക് എന്താ അവർ പറയുന്നത് മനസ്സിലായി. എന്തോ സോമൻ സർജറി നല്ലോണം ആൻസർ ചെയ്യുന്നുണ്ട്, സോമൻ സർജറി നല്ലോണം ചെയ്യുന്നു, അങ്ങനെ പറഞ്ഞ് എനിക്ക് സർജൻ ആണെന്നൊരു ആഗ്രഹം വന്നു. ഔസൻസ് ചെയ്യുമ്പം ഞാൻ എൻ്റെ ആദ്യത്തെ പോസ്റ്റിംഗ് SPM ആണ്. അത് കഴിഞ്ഞിട്ട് IMCH വന്നു. അതിൽ ഈ ഗൈനക്കോളജിയിൽ പ്രത്യേകിച്ച് ഒബ്സ്റ്ററ്റിക്സ് എല്ലാം ഞാൻ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യും, കേസുകൾ ഹെൽപ്പ് ചെയ്യും ചെയ്തപ്പോൾ എൻ്റെ കൂടെയുള്ള ടീച്ചേഴ്സൊക്കെ പറഞ്ഞു, സോമന് നല്ല ഒബ്സ്റ്ററ്റിക്സ് ഒക്കെ നോക്കാൻ നല്ലതാണല്ലോ. അപ്പോൾ എനിക്ക് കൂടുതൽ സ്വാതന്ത്ര്യം തരികയും ഞാൻ ഫോർസെപ്സ് ഡെലിവറി തന്നെ നടത്തുകയും ചെയ്തു അവസാനമായപ്പോൾ തന്നെ. അപ്പോൾ എനിക്ക് ഒരു ചെറിയൊരു മനംമാറ്റം, എന്നാൽ ഒരു ഗൈനക്കോളജിസ്റ്റ് ആയാലോ എന്ന്. തിരിച്ച് ഹൗസ് സർജറിയിൽ വന്നപ്പോഴേക്കും എൻ്റെ ആ ആഗ്രഹങ്ങൾ വിടുകയും ഞാൻ തിരിച്ച് സർജനാകാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ KP രാജഗോപാൽ സാറിൻ്റെ വീട്ടിലാണ് ഹൗസ് ചെയ്ത്. സാറിൻ്റെ സർജറിയുടെ സ്കില്ലും അദ്ദേഹം കാണിക്കുന്ന മെറ്റിക്കുലസ് ആയിട്ടുള്ള അപ്രോച്ചും എന്നെ സ്വാധീനിക്കുകയും സർജറി തന്നെ തുടരാൻ ഞാൻ തീരുമാനിക്കുകയും ചെയ്തു. സർജറിയിൽ ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ എനിക്ക് കിട്ടുകയും 3 കൊല്ലത്തെ കോഴ്സാണ്. എൻ്റെ കൂടെ എൻ്റെ കൊളീഗ്സ് എല്ലാം MP ശശിസാറാണ് എനിക്ക് ഓർമ്മയുള്ള ആൾ. സർജറി മുൻ HOD ആയിരുന്നു. അദ്ദേഹം ഞാൻ ഒരുമിച്ചാണ് MS ജോയിൻ ചെയ്തത്.
ഗവൺമെൻറ് സർവീസിൽ എടുക്കാൻ കാരണം ഞാൻ PG ആയ സമയത്ത് തന്നെ ഈ PSC എക്സാം എഴുതുകയും എനിക്ക് സെലക്ഷൻ കിട്ടുകയും ചെയ്തു. അതാണ് ഒരു കാരണം. പിന്നെ ഞാൻ MBBS പാസ്സായ MS പാസ്സായ ഉടനെ തന്നെ അപ്പോയിൻമെൻറ്റ് വരികയും ചെയ്തു. പിന്നെ എൻ്റെ രണ്ടാമത് ആലോചിക്കാൻ നിന്നില്ല. പിന്നെ നേരെ സർവീസിൽ കയറി. സർവീസിൽ കയറിയെങ്കിലും എനിക്ക് പല സുഹൃത്തുക്കൾ വഴി എനിക്ക് ഖത്തറിൽ നല്ലൊരു ജോലി തരമായിരുന്നു. അപ്പോൾ ഞാൻ ഖത്തറിൽ പോകാനായിട്ട് പാസ്പോർട്ടെല്ലാം എടുത്തപ്പോൾ തന്നെ എൻ്റെ ഫാദർ ചോദിച്ചു, നീ നാട്ടിൽ പഠിച്ച് പ്രത്യേകിച്ച് നീ വളരെ താഴ്ന്ന സാഹചര്യത്തിൽ പഠിച്ചിട്ട് നീ എന്തിനാ പുറത്ത് പോയിട്ട് ജോലി ചെയ്യുന്നു, നമ്മുടെ ആൾക്കാരെ നോക്കാനല്ലേ നീ ഇവിടുന്ന് പാസ്സായതെന്ന് എൻ്റെ അച്ഛൻ ചോദിച്ചത് ഇപ്പോഴും വളരെ എനിക്കത് സ്ട്രൈക്ക് ചെയ്തു. പാവപ്പെട്ട ആൾക്കാരെ നോക്കുന്നതല്ല അതിൻ്റെ യുക്തി എന്ന് ഫാദർ ചോദിച്ചത് അത് ജീവിതത്തിൽ മറ്റൊരു വഴിത്തിരിവാണ്. അതുകൊണ്ട് ഞാൻ വിദേശത്ത് പോകാനുള്ള നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തള്ളിക്കളയുകയും ഞാൻ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കല്യാണത്തെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചൊരു തീരുമാനമാണ്. അതിനെക്കുറിച്ച് ഞാൻ ചോദിക്കില്ല. എനിക്ക് നല്ലൊരു ഭാര്യ ഉണ്ടായി. എഞ്ചിനീയറിംഗ് സർവീസിലായിരുന്നു. വൈഫ് ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷനായിട്ട് വിരമിച്ചു. എനിക്ക് 2 കുട്ടികളുണ്ട്. മോള് MBBSന് വിദേശത്ത് പഠിക്കുന്നു. മകൻ ഗ്രാജുവേഷൻ കോഴിക്കോട് ചെയ്യുന്നു. ഞാൻ എല്ലാവിധ ഓപ്പറേഷനുകളും എൻ്റെ ഗുരുക്കന്മാരിൽ നിന്നും അവരുടെ സന്മനസ്സോടുകൊണ്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് പഠിക്കാനും കുറേ ഓപ്പറേഷൻ ഞാൻ സ്വയം മുന്നോട്ടിറങ്ങി ചെയ്ത് അതിൽ ആവശ്യമായ പ്രാവീണ്യം നേടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ പോലും ഒരു രോഗിയെ ആ രീതിയിൽ കാണുകയോ അതിനുവേണ്ടി ഓപ്പറേഷൻ നിർബന്ധിക്കുകയോ അവർക്ക് ഓപ്പറേഷൻ നിഷേധിക്കുകയോ ചെയ്യുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. അത് എൻ്റെ ഒരു സ്ട്രോങ് പോയിൻ്റായിട്ട് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നു. ഞാൻ 8 കൊല്ലത്തോളം അഡീഷണൽ സൂപ്രണ്ടായിരുന്നിട്ടുണ്ട്. ഈ സമയത്തെല്ലാം ഈ വിവിധ ഇൻഷുറൻസ്, ക്ഷേമ, അതേപോലുള്ള ആനുകൂല്യങ്ങൾ രോഗികൾ കിട്ടുന്നതിൻ്റെ ചാർജ് എനിക്കായിരുന്നു. എൻ്റെ കഴിവിന് പരമാവധി ഞാൻ എല്ലാ രോഗികളെയും സഹായിച്ചിട്ടുണ്ട്. അത് ഇന്നും എനിക്ക് മറക്കാനാവാത്ത ഒരു സംതൃപ്തി തരുന്നൊരു സംഗതിയാണ്. എൻ്റെ മുന്നിലൂടെ ഒരു വലിയൊരു തലമുറ, രണ്ട് തലമുറ എന്തായാലും പാസ്സായി പോയിട്ടുണ്ട്. എല്ലാവരുമായിട്ട് എനിക്ക് നല്ല ബന്ധങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒരു ആളോടും വളരെ മോശമായി പെരുമാറേണ്ട അല്ലെങ്കിൽ അവരുമായിട്ടൊരു മോശമായ റിലേഷൻ ഉണ്ടാക്കേണ്ട വന്നിട്ടില്ല. കാരണം ആ സമയത്ത് ഞാൻ യൂണിറ്റ് എല്ലാ സമയത്ത് എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളായിരുന്നു. ഞാൻ അവരെല്ലാം എൻ്റെ സുഹൃത്തുക്കൾ പോലെ കണക്കാക്കുകയും ധാരാളം വിദ്യാർത്ഥികൾ ഇപ്പോൾ പ്രോമിനൻ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ആരും പേരെടുത്ത് പറയുന്നില്ല, കാരണം വേറൊരാൾക്ക് വിഷമമായിട്ട് വരും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ സർജറി രംഗത്ത് ശോഭിച്ചിരിക്കുന്ന മിക്ക ആൾക്കാരും കോഴിക്കോട് നിന്ന് പാസ്സായ എല്ലാവരും എൻ്റെ വിദ്യാർത്ഥികളാണെന്ന് പറയാൻ എനിക്ക് അഭിമാനമുണ്ട്. പക്ഷേ ഞങ്ങളെക്കാളും കൂടുതൽ പുതിയ തലമുറ ഇൻ്റലിജൻ്റാണ്, പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അവർക്ക്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ തലമുറയെക്കാളും ഒരു പടി മുമ്പിലാണ്. അക്കാഡമിക് കാര്യങ്ങൾ ഒരു പടി മുമ്പിലാണ്. ഞങ്ങൾക്ക് അത്രയും പോലെ എക്സൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇപ്പോഴുള്ള ആധുനിക ചികിത്സാ രീതി അന്നില്ലാത്തതുകൊണ്ടാവാം. പക്ഷെ എൻ്റെ ഫാമിലി എന്നെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. എൻ്റെ വൈഫ് എൻ്റെ ജോലി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നതിൽ മാത്രമേ താല്പര്യപ്പെടുന്നുള്ളൂ. എനിക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകിയുകൊണ്ട് എനിക്ക് എൻ്റെ പ്രൊഫഷണൽ രംഗത്ത് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്ത് പഠിക്കാനും അതിനുകൂടി സമയം കണ്ടെത്താൻ സാധിച്ചിരുന്നു. മാത്രമല്ല ഞാനതിൽ 2 കാര്യങ്ങളാണ് മെയിൻ സ്ഥിതി. ഒന്ന്, ആവശ്യമായ സ്കില്ല് സ്വന്തമായിട്ട് ഉണ്ടാക്കുക. ആ സ്കില്ല് കൊണ്ട് രോഗികളെ മാക്സിമം സഹായിക്കുക. ഞാൻ ഏറ്റവും കൂടുതൽ രോഗികളെ അഡ്മിറ്റ് ചെയ്യും, കൂടുതൽ രോഗികളെ ഓപ്പറേഷൻ ചെയ്യുന്നതിനും എനിക്ക് പ്രത്യേക താല്പര്യമാണ്. രോഗിയായിട്ട് കാണുകയും അവരുള്ള മനുഷ്യനെ കണ്ടെത്തുകയും അവരുടെ കുടുംബ പശ്ചാത്തലം അനുസരിച്ചിട്ട് നമ്മൾ ആ ചികിത്സ വേണ്ടി വന്ന് മാറ്റിക്കൊടുക്കുകയും അവരെ ഏറ്റവും മനുഷ്യത്വപൂർവ്വമായി തന്നെ കാണുകയും ചെയ്യണം.
അത് ഒരുപക്ഷെ ഞാൻ എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർക്ക് കാണിക്കാൻ പറ്റിയൊരു സംഗതി അതാണെന്ന് തോന്നുന്നു. ഞാൻ ഒരിക്കലും എൻ്റെ രോഗിയോട് ചൂടാകുന്നതായിട്ട് ഒരു പക്ഷേ ആരും കണ്ടിട്ടുണ്ടാവില്ല. അവരെ വഴക്ക് പറയുന്നതായിട്ടോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഇങ്ങോട്ട് ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ അവരെ തിരിച്ചങ്ങോട്ട് ദേഷ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. അത് ആണ് എനിക്ക് വേറൊരു പ്രധാനപ്പെട്ട ഒരു അച്ചീവ്മെൻ്റായിട്ട് പറയാനുള്ളത്. ഞാൻ എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർക്ക് ഒരു രോഗിയോട് എങ്ങനെ പെരുമാറണം എന്ന് കാണിക്കുന്നതിൽ ഞാൻ വളരെയധികം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. റിട്ടയർ ചെയ്യുന്നതിൽ എനിക്ക് ഗവൺമെൻറ് സർവീസിൽ നിന്നും 2 കൊല്ലം മുമ്പ് റിട്ടയർ ചെയ്യണമെന്നാണ് ആഗ്രഹം. അത് പ്രൊഫഷൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ടല്ല, പുതിയ തലമുറയ്ക്ക് കൂടുതൽ ചാൻസ് കിട്ടണമെങ്കിൽ ഒരു 60 വയസ്സിൽ റിട്ടയർ ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. 60 വയസ്സിന് ശേഷം എനിക്ക് ആരോഗ്യമുള്ളതുകൊണ്ട് ഞാൻ ഈ മേഖലയിൽ തുടരും. എനിക്ക് എൻ്റെ ആരോഗ്യം പെർമിറ്റ് ചെയ്യുന്ന കാലം വരെ ഞാൻ സർജറി പ്രാക്ടീസ് ചെയ്യാനാണ് എൻ്റെ ആഗ്രഹം.